അപ്പോൾ നവകേരള സദസ്സിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചും മുസ്ലിം ലീഗിനെ പ്രകീർത്തിച്ചും LDF കൺവീനർ ഇ പി ജയരാജൻ. കോൺഗ്രസിലെ ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് സംഘർഷത്തിന് പിന്നിൽ എന്നതിൽ അപ്പുറം ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്നത് ഭീകരപ്രവർത്തനമാണ് എന്നുകൂടി ഇ പി ജയരാജൻ കണ്ടെത്തുന്നുണ്ട്. പ്രതിഷേധത്തിനൊപ്പം നിൽക്കാത്ത മുസ്ലിം ലീഗ് ശരിയായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഇത് കോൺഗ്രസിന്റെ കാര്യം കൂടി പ്രകടനമായിരിക്കും. ആളെ കിട്ടാനില്ല. ആരും ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ്സുകാരും മുമ്പോട്ട് വരില്ല എന്നുള്ളതാണ് അവരുടെ തന്നെ അനുഭവം. മുസ്ലിം ലീഗ് ശക്തമായി ഈ നടപടിയെ അപലപിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഈ നടപടിയോടൊപ്പമില്ല. അവർ കേരളത്തിൻ്റെ വികസനങ്ങളിലും കാര്യങ്ങളിലും കേരള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നല്ല നിലപാട് സ്വീകരിക്കാം എന്ന് മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗുകാരൊന്നും ഇവരുടെ പിന്നാലെ പോകുന്നില്ല. ഇത് കോൺഗ്രസിനകത്തുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുണ്ട്. അവരിങ്ങനെ കല്ലും പൊറുക്കി നടക്കുകയാണ്. അവരത് നിർത്തുന്നതാണ് നല്ലത്. എന്തായാലും കേന്ദ്ര അവഗണനയ്ക്കെതിരായ സംയുക്ത നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ ഇ പി ജയരാജൻ സ്വാഗതം ചെയ്തു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ വെച്ചിരുന്നത്. അരുൺ, ഇ പി ജയരാജൻ സമാന പ്രതികരണങ്ങൾ നേരത്തെ നടത്തിയിട്ടുള്ള ആളാണ്. കറുപ്പ് മാസ്ക് ഒക്കെ ധരിക്കുന്നത് ഇത്ര നിർബന്ധം എന്തിനാണ് എന്നൊക്കെ അന്നത്തെ കറുപ്പ് കാലത്ത് ചോദിച്ച ആളാണ്. ഇപ്പോൾ ഭീകരപ്രവർത്തനം എന്ന് പറയുകയാണ് ഇ പി. അരുൺ, കാശ്മീർ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ അതിരൂക്ഷമായി LDF കൺവീനർ വിമർശിക്കുന്നു. പ്രതിഷേധങ്ങൾ ഭീകരപ്രവർത്തനമാണ്. എന്തെങ്കിലും ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു കൃത്യമായ മുദ്രാവാക്യം അത്തരം പ്രതിഷേധങ്ങൾക്കില്ല എന്ന് ഇ പി ജയരാജൻ പറയുന്നു. എന്നാൽ അത് കോൺഗ്രസിൻ്റെ മാത്രം ക്രിമിനൽ പ്രവർത്തനമാണ്. മുസ്ലിം ലീഗിന് അത്തരത്തിലൊരു നിലപാടില്ല എന്ന് ഇ പി ജയരാജൻ പറയുന്നതിൽ അതിലൊരു രാഷ്ട്രീയ നീക്കമുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നത് വ്യക്തമാണ്. നമുക്കറിയാം, ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി നമുക്ക് 24 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൃത്യമായ കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ യോജിച്ച് മുന്നോട്ട് പോകാം, കേന്ദ്ര വിഹിതം വാങ്ങിയെടുക്കുന്നതിൽ യോജിച്ചുള്ള ഒരു നീക്കമാണ് ആവശ്യമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെ രാഷ്ട്രീയ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ അതിനെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് LDF കൺവീനർ കൂടി അതിനെ സ്വാഗതം ചെയ്യുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ശരിയായ നിലപാടാണ്, കൃത്യമായ കേരള താല്പര്യത്തിനൊപ്പമുള്ള നിലപാടാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒരു വശത്ത് കോൺഗ്രസ് നേതാക്കളെ അതിരൂക്ഷമായി വിമർശിച്ച് മുന്നോട്ട് പോകുന്നു എന്നത് അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നത് വ്യക്തമാണ്. സമീപകാലത്ത് മുസ്ലിം ലീഗ് ഇടതുമുന്നണിയോട് അടുക്കുന്നു എന്ന തരത്തിൽ രാഷ്ട്രീയമായ വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ അത്തരം നീക്കങ്ങൾക്ക് ഇടതുമുന്നണിയുടെ മുന്നിൽ ഒരു വാതിൽ തുറക്കുന്ന സാഹചര്യമാണ് ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ നീക്കം കൂടുതൽ സജീവമാക്കുക, മുഖ്യമന്ത്രിക്ക് പിന്നാലെ അത് LDF കൺവീനർ കൂടി അത്തരത്തിലൊരു പ്രതികരണം നടത്തുമ്പോൾ അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്, രാഷ്ട്രീയ നീക്കമാണ്. അത്തരമൊരു നീക്കത്തിന് വാതിൽ തുറക്കുന്ന ഒരു പ്രതികരണമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുണ്ടായത്. കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ചെയ്യും. ആഷ്മി, അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. ഇന്നലെ ദീപക് ധർമ്മടത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് കേന്ദ്രത്തിനെതിരായ സമരത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഫണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഫണ്ടുമായി ബന്ധപ്പെട്ട സമരത്തിൽ വേണമെങ്കിൽ കൈകോർക്കാൻ തയ്യാറാണ് ലീഗ് എന്ന കുഞ്ഞാലിക്കുട്ടി പ്രതികരണം. അത് വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കും ചർച്ചകൾക്കും കാരണമാകുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് ഇ പി ജയരാജൻ്റെ ആ വിഷയത്തിലെ പ്രതികരണം.